പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. ഈ ജപം അനർത്ഥമാക്കുന്ന വെള്ളിയാങ്കിരി മല. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ കോയമ്പത്തൂരിനടുത്തായി മഹിമ നിറഞ്ഞു നിൽക്കുന്ന പുണ്യപർവ്വത നിരയാണ് വെള്ളിയാങ്കിരി മല. 7 മലകളാൽ ചുറ്റപ്പെട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളിയാങ്കിരി മലയിൽ ഭഗവാൻ മഹാദേവൻ്റെ സ്വയംഭൂ ലിംഗമാണ് ആരാധിക്കുന്നത്. ദക്ഷിണ കൈലാസമെന്നും ഇവിടം അറിയപ്പെടുന്നു. ആത്മീയ ഉന്നമനത്തിൻ്റെ പാതയായി കണക്കാക്കപ്പെടുന്ന ഈ 7 മലകൾ മനുഷ്യ ശരീരത്തിലെ 7 ആത്മീയ ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഒന്നാമത്തെ മല മൂലാധാര ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ. അവിടെയുള്ള വെള്ളവിനായക ക്ഷേത്രത്തിലെത്തുമ്പോൾ ആദ്യ മലകയറൽ പൂർത്തിയാകും. രണ്ടാമത്തെ മല സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ശക്തിയായ ശരീരത്തെ പരീക്ഷിക്കുന്ന കഠിനമായ മലകയറലാണ്. ഭക്തിയുടെ സഹനശക്തിയെ പരീക്ഷിക്കുന്ന പരിശുദ്ധ പാത. മൂന്നാം മല മണിപൂരക ചക്രം. ഇവിടെ പാമ്പാട്ടി സിദ്ധർ തപസ് ചെയ്ത വിശുദ്ധ ഗുഹ സ്ഥിതി ചെയ്യുന്നു. സിദ്ധശക്തികൾ നിറഞ്ഞ സ്ഥലമായി ഇത് വിശ്വസിക്കപ്പെടുന്നു. നാലാം മല അനാഹത ചക്രം. നിരവധി യോഗികൾ ധ്യാനം നടത്തിയ ആത്മീയ കേന്ദ്രം. അഞ്ചാം മല നമ്മുടെ കഴുത്തിലെ വിശുദ്ധി ചക്രം. മാനസിക സമ്മർദ്ദം അകറ്റുന്ന ഭൂമി. ആറാം മല ആജ്ഞാചക്രം. ഇത് വിഭൂതി മല എന്നും അറിയപ്പെടുന്നു. ഏഴാം മലയാണ് സഹസ്രാര ചക്രം, ശിവനോടൊന്നാകുന്ന ദൈവീക അവസ്ഥ. ഇവിടെയാണ് ഭഗവാന്റെ സ്വയംഭൂ ലിംഗ ദർശനം. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകുമെന്ന ജപം പോലെ 6 ചക്രങ്ങളായി കണക്കാക്കപ്പെടുന്ന 6 മലകളും കടന്ന് 7ാമത്തെ മലയിലെത്തി, അതായത് സഹസ്രാരത്തിലെത്തി ഭഗവത് ദർശനം സമ്പൂർണ്ണമാക്കാം.